നമ്മളൊക്കെ പഠിക്കുന്നത് എവിടെയാണ്? പള്ളിക്കൂടങ്ങളിലാണ്. അവിടെയൊക്കെ ആരാ നമ്മളെ പഠിപ്പിക്കുന്നത്? അധ്യാപകന്മാരാണ്. ആ അധ്യാപകന്മാർ നമ്മുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ. അല്ല, അവർ അധ്യാപനം മാത്രം നടത്തുന്നവരാണ്. അവർ നമ്മൾ കാണുന്നത് സ്കൂളുകളിലാണ്. ഒരു അധ്യാപകനിൽ നിന്നല്ലാതെ എന്തെങ്കിലും ഒന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ? എന്ത് പഠിപ്പുണ്ടെങ്കിലും അതിന് പഠിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. അതുപോലെ ഈ ധാർമ്മിക വിഷയത്തിലും അധ്യാത്മ വിഷയത്തിലും പഠിപ്പിക്കാൻ നമുക്കൊരു ആചാര്യൻ വേണം. ആ ആചാര്യൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ പോലെയല്ല. ഒരു അധ്യാപകൻ 40, 50, 80 കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. ആരോടും പ്രത്യേകമായിട്ടൊരു അടുപ്പമില്ല. വന്ന് നിൽക്കും, ഒരു ടപ്പ് 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 സംസാരിച്ച് അങ്ങോട്ട് പോകും. ഏതെങ്കിലും കുട്ടികളെ വിളിച്ച് ഒരടുപ്പം ദീക്ഷിക്കാനോ ഒന്നുമില്ല. വരിക, സംസാരിക്കുക, പോവുക. ഈ കന്നാലികളെ മേയ്ക്കുന്ന പോലെയാണ്. എല്ലാവരോടും തിന്നോളാൻ പറയും, തിന്നോട്ടെ. അത് കഴിഞ്ഞാൽ തെളിച്ച് കൊണ്ടുപോകും. മണിയടിച്ചാൽ വരും, മണിയടിച്ചാൽ പോകും. ഇതാണ് അവരുടെ ഏർപ്പാട്. അവിടെ ഒരു അധ്യാപകനും അധ്യാതാവും തമ്മിലുള്ള ഒരു ഇഴുകിയ ബന്ധമൊന്നും അവിടെയില്ല. ആ മാതിരിയല്ല നമ്മൾ പറയണത്. അധ്യാത്മജ്ഞാനം ഉള്ളിലുള്ള ജ്ഞാനമാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതായ ദ്രവ്യാതീത മേഖലയിൽ പ്രകാശിക്കുന്ന ഒരു വിശേഷപ്പെട്ട ചൈതന്യമുണ്ട്. അതിനെ മനസ്സിലാക്കാനാണ് ഈ അധ്യാത്മം. അപ്പം അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ പഠിപ്പിച്ചാലേ പറ്റൂ. ആ ആളുടെ അടുത്ത് കനത്ത ബന്ധവും ഈ പഠിക്കുന്നവർക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധത്തു കൂടി പഠിപ്പിക്കുന്നതാണ്. അപ്പം ഗുരുവിന് അങ്ങേയറ്റം പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഗുരുപൂർണിമ എന്നൊരു ദിവസം തന്നെയുണ്ടല്ലോ നമ്മുടെ ഭാരത പഞ്ചാംഗത്തിൽ. ആ ഗുരുപൂർണിമയ്ക്ക് താഴെയാണ് പിന്നെ എല്ലാ ദിനങ്ങളും. ഗുരുവിനൊരു ദിനം തന്നെ കൽപ്പിച്ചു കൊടുത്തിരിക്കുക. അന്ന് ശിഷ്യന്മാരെല്ലാവരും ഗുരുവിനെ കാണാൻ പോകും. എത്ര ദിവസം താമസിക്കാൻ പറ്റുമോ ഗുരുവിൻ്റെ അടുത്ത് താമസിക്കും. ഗുരു അവർക്ക് വേണ്ടി ശാസ്ത്രങ്ങൾ, വാസ്തവത്തിൽ പ്രസ്ഥാനത്രയം മുഴുവനും ഒരു തവണ വായിക്കണം എന്നൊക്കെയാണ് പ്രമാണം ചാതുർമാസ്യത്തിൽ. അത്ര വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. വലിയ മഹാകാര്യങ്ങളൊക്കെ അധ്യാത്മ മേഖലയിൽ ചെയ്തിട്ടുള്ളത് ഗുരുപൂർണിമ ദിവസം തുടങ്ങിയിട്ടാണ് പിന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ജ്ഞാനം എന്ന് പറയുന്ന ഒരു ദീപമുണ്ട്. ആ ദീപത്തെ കൊളുത്തി നമ്മുടെ ഉള്ളിൽ വിളക്കാക്കി വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാളത്തിനേ അത് പറ്റുള്ളൂ. ഗുരു അങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാളമാണ്. അപ്പോൾ യസ്യ സാക്ഷാത് ഭഗവതി ജ്ഞാനദീപപ്രദേ ഗുരൗ മർത്യാസദ്ധി ശ്രുതം തസ്യ സർവം കുഞ്ചരശൗചവത്. അങ്ങനെയുള്ള അധ്യാത്മമായിരിക്കുന്ന ഒരു ജ്ഞാനദാതാവിനെ വെറും ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയാൽ അയ്യോ, അത് വലിയൊരു തെറ്റാണ്. ആനയെ കുളിപ്പിച്ച മാതിരിയാവുന്നു. ആനയെ നന്നായി കുളിപ്പിച്ച് നിങ്ങൾ കൊണ്ട് കെട്ടിയാൽ എന്ത് ചെയ്യത്? തുമ്പിക്കൈ കൊണ്ട് ആ മണ്ണ് മാന്തി പുറത്തിടും. അപ്പോൾ പിന്നെ കുളിപ്പിച്ചത് എന്തിനാപ്പാ? പിന്നെ അതിൻ്റെ തുമ്പിക്കൈ പിടിച്ച് ബന്ധിക്കാൻ പറ്റുമോ? അത് ശരിയാവില്ലല്ലോ. അതുപോലെയാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് ആ ആളും സാധാരണ ഒരു മനുഷ്യനെ പോലെയുള്ളവനാണ്. മനുഷ്യൻ എന്ന് മാത്രം വിചാരിക്കുകയാണെങ്കിൽ ആ ഗുരുവിനെ സ്വീകരിച്ച് അടുത്ത് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവന് ആനയെ കുളിപ്പിച്ച് ഫലമേ ഉണ്ടാവുള്ളൂ എന്ന്.